ഹലോ ഗൈസ്, ടെക് ഫോറസ്റ്റിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ട്രായുടെ പുതിയ റൂൾസ് പ്രകാരം നിങ്ങളുടെ എല്ലാം സിം കാർഡുകൾ 20 രൂപ ബാലൻസ് കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആജീവനാന്തം നിലനിൽക്കും, അല്ലെങ്കിൽ വാലിഡിറ്റി കിട്ടും എന്നുള്ള ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ന്യൂസ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് ഞാൻ നിങ്ങളെ ഒന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ വന്നിരിക്കുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകും അതെങ്ങനെയാണെന്നുള്ളത്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്കിപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ സിം കാർഡുകളൊക്കെ റീചാർജ് ചെയ്ത് ഒരു മാസം കഴിയുമ്പോൾ അത് കട്ടായി പോകാതിരിക്കാൻ ഒരു 199 അല്ലെങ്കിൽ 299 345 അത് ഓരോ നെറ്റ്വർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ റീചാർജ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മളതിൻ്റെ കാലാവധി നീട്ടി കിട്ടുന്നതിന് വേണ്ടിയിട്ട്. പക്ഷേ ട്രായുടെ പുതിയ റൂൾസ് പ്രകാരം ഇനി മുതൽ നിങ്ങൾ അങ്ങനെ റീചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ സിം കാർഡിൽ 20 രൂപയുടെ മിനിമം ബാലൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസത്തേക്ക് കൂടി നിങ്ങളുടെ ആ സിം കാർഡിന് ഒരു കാലാവധി നീട്ടിക്കിട്ടും എന്നുള്ളതാണ് ട്രായുടെ പുതിയ റൂൾസ് പ്രകാരം പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഒരു മാസത്തിനുള്ളിൽ നിങ്ങളത് റീചാർജ് ചെയ്തിട്ടില്ല എങ്കിൽ ഒരു 15 ദിവസം കൂടി നിങ്ങൾക്ക് കാലാവധി കിട്ടുകയും ആ 15 ദിവസത്തിനുള്ളിൽ നിങ്ങൾ 20 രൂപ നിങ്ങളുടെ സിം കാർഡിൽ റീചാർജ് ചെയ്ത് മിനിമം ബാലൻസ് ഇടുകയാണെങ്കിൽ ആ ഓരോ മാസവും എൻഡിങ്ങിൽ 20 രൂപ വീതം കട്ടാവുകയും അതുവഴി നിങ്ങൾക്ക് ഒരു മാസത്തേക്ക് എക്സ്ട്രാ ഒരു കാലാവധി നീട്ടിക്കിട്ടുകയും നെക്സ്റ്റ് അടുത്ത മാസത്ത് വീണ്ടും നിങ്ങൾ 20 രൂപ നിങ്ങളുടെ സിം കാർഡിൽ ബാലൻസ് സൂക്ഷിക്കുകയാണെങ്കിൽ അടുത്ത ഒരു മാസത്തേക്ക് കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ സിമ്മിൻ്റെ കാലാവധി നീട്ടി കിട്ടുകയും ചെയ്യും. അങ്ങനെ ഓരോ മാസവും 20 രൂപ നിങ്ങളുടെ സിം കാർഡിൻ്റെ അക്കൗണ്ടിൽ ബാലൻസ് സൂക്ഷിക്കുകയാണെങ്കിൽ അങ്ങനെ നിങ്ങളുടെ സിം കാർഡ് ആജീവനാന്തം നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ തന്നെ സൂക്ഷിക്കാൻ പറ്റും എന്നുള്ളതാണ് ട്രായുടെ പുതിയ നിയമം വന്നിരിക്കുന്നത്. ഇനി ഈ റീചാർജ് ചെയ്യുന്നത് നിങ്ങൾ 20 രൂപയ്ക്ക് റീചാർജ് ചെയ്യണമെന്നല്ല, നിങ്ങളുടെ സിം കാർഡിൽ 20 രൂപ ബാലൻസ് ഉണ്ടാകണമെന്നാണ് ട്രാ പറയുന്നത്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് 20 രൂപയ്ക്ക് റീചാർജ് ചെയ്തിട്ട് കാര്യമില്ല. 20 രൂപയ്ക്ക് റീചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം 14 രൂപയോളം നിങ്ങൾക്ക് കിട്ടുകയും ബാക്കി ടാക്സ് ആയിട്ട് കട്ടായി പോവുകയും ചെയ്യും. അതുകൊണ്ട് 20 രൂപ മിനിമം ബാലൻസ് വരണമെങ്കിൽ ചിലപ്പോൾ ഒരു 30 രൂപയ്ക്കോ അല്ലെങ്കിൽ 50 രൂപയ്ക്കോ ഒക്കെ റീചാർജ് ചെയ്ത് മിനിമം ബാലൻസ് 20 ആക്കി സൂക്ഷിച്ചെങ്കിൽ മാത്രമേ ഈ കാര്യം നടക്കുകയുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ച് നിങ്ങൾ 20 രൂപ എല്ലാ മാസവും നിങ്ങളുടെ സിം കാർഡിൽ ബാലൻസ് സൂക്ഷിക്കണം എന്നുള്ളതാണ് ട്രാ പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഇത് കൂടുതലായിട്ടും ഉപകാരപ്പെടുന്നത്, അതായത് പ്രവാസികൾക്കായിരിക്കും ഇത് കൂടുതലായിട്ട് ഉപകാരപ്പെടുന്നത്. കാരണം അവരൊക്കെ അവരുടെ സിം കാർഡുകൾ സൂക്ഷിക്കുന്നത് 6 മാസത്തേക്കും 1 വർഷത്തേക്കും ഒക്കെ റീചാർജ് ചെയ്ത് സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്തത്. കാരണം അവർക്ക് OTP അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ അവർ റീചാർജ് ചെയ്ത് സൂക്ഷിക്കുകയാണ് സാധാരണ പതിവ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ പ്രവാസികൾക്ക് ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിനകത്ത് പ്രത്യേകമായിട്ടൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, 20 രൂപ മിനിമം ബാലൻസ് നിങ്ങൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിലുള്ള നിങ്ങളുടെ സിമ്മ് ഓരോ മാസവും നിങ്ങൾക്ക് നീട്ടിക്കിട്ടുകയും അത് കട്ടായി പോവാതെ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സെയിലായി പോവാതിരിക്കാൻ സഹായിക്കും എന്നുള്ള ഒന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ OTP ഒക്കെ വരണമെങ്കിൽ ഞാൻ അറിഞ്ഞെടുത്തോളം നിങ്ങളൊരു 199 രൂപയ്ക്കോ അല്ലെങ്കിൽ അതുപോലുള്ള ഓരോ നെറ്റ്വർക്കിൻ്റെ അടിസ്ഥാനത്തിലുള്ള റീചാർജുകൾ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് OTP കിട്ടാനായിട്ടുള്ള സാധ്യതയുള്ളൂ. നിങ്ങളുടെ പേരിലുള്ള സിമ്മ് നിങ്ങളുടെ പേരിൽ നിന്ന് കട്ടാവാതെ നിങ്ങൾക്ക് ആജീവനാന്തം സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു 20 രൂപ മിനിമം ബാലൻസ് എല്ലാ മാസവും കീപ്പ് ചെയ്താൽ മതി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് എനിക്ക്. അപ്പോൾ ഇനി മുന്നോട്ടുള്ള ഓരോ ദിവസങ്ങളിലും അല്ലെങ്കിൽ ഓരോ മാസങ്ങളിലും നിങ്ങളുടെ സിമ്മ് നിങ്ങളുടെ പേരിൽ നിന്ന് കട്ടാവാതിരിക്കാൻ മിനിമം 20 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ സിമ്മ് നിങ്ങളുടെ പേരിൽ തന്നെ സൂക്ഷിക്കുവാൻ നിങ്ങൾ ഇനി എല്ലാവരും ശ്രമിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.